എനിക്ക് എന്താ പറഞ്ഞ എന്റെ ഡ്രൈവർക്ക് എന്ത് സംഭവിച്ചു, ഉം. ഇന്റെ അതെ, ലോറി എവിടെ പോയിന്ന് എവിടെ ഒരു പോയി? ഉത്തരം കിട്ടിയാ അതിന്റെ ഉള്ളിൽ നിന്ന് ഇന്റെ ഡ്രൈവറെ കാര്യത്തിന്റെ ഉത്തരവും വരും. ആ ലോറി കിട്ടിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇതില് അർജുൻ എന്താണ് സംഭവിച്ചത് അറിയാൻ പറ്റും. അതെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഉള്ളത് ലോറിക്കാർക്ക്, അതായത് ലോറിന്റെ ഓണർക്ക് തന്നെയാണ്. ഉം. അത് ഞാനും എന്റെ അനിയനുമാണ് അതിന്റെ ഉത്തരവാദിത്തം. ഉം. ഞമ്മളെ ലോറിയാണ്, ഞമ്മളെ മരാണ്, അതിലുപരി ഞമ്മളെ ഡ്രൈവറാണ് അർജുൻ. അതെ അതെ. അപ്പൊ ഞമ്മക്ക് അതിന്റെ മുകളില് എന്താ പറഞ്ഞാല് പല ആൾക്കാരോട് ഉത്തരം പറയേണ്ടിയുണ്ട്. നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ദൗത്യം ഇനിയും നീണ്ടേക്കുമെന്ന് റിപ്പോർട്ട്. പുഴയിൽ ഇന്നലെ ഒഴുക്കിന്റെ ശക്തി 6 നോട്ട്സിന് മുകളിലായിരുന്നു. അതിനാലാണ് ഇന്നലെ ലോറി വീണ്ടെടുക്കാനായി നാവികസേനയ്ക്ക് ഇറങ്ങാൻ കഴിയാതിരുന്നതെന്ന് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു. പരമാവധി 3 നോട്ട്സിൽ കൂടുതൽ ഒഴുക്കുള്ളപ്പോൾ പുഴയിൽ ഇറങ്ങുന്നത് അത്യന്തം അപകടകരമാണെന്നും കാലാവസ്ഥ അനുകൂലമാകും വരെ കാത്തിരിക്കുകയല്ലാതെ മറ്റു ബദൽ മാർഗങ്ങളൊന്നും മുന്നിലില്ലെന്നാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞത്. കേരളത്തിന്റെ പ്രതിനിധികളെന്ന് അവകാശപ്പെട്ടെത്തിയവർ പറഞ്ഞിട്ടാണ് അർജുനെ 6 ദിവസം മണ്ണിനടിയിൽ തെരഞ്ഞതെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൻ പറഞ്ഞു. അർജുനെ കൂടാതെ കർണാടക സ്വദേശികളായ 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. അവർക്ക് വേണ്ടി കൂടിയാണ് തെരച്ചിൽ. ലോറി മണ്ണിനടിയിൽ ഉണ്ടെന്നും ലോറിയുടെ GPS റോഡിലാണ് കാണിക്കുന്നതെന്നും കേരളത്തിന്റെ പ്രതിനിധികളെന്ന് അവകാശപ്പെട്ടെത്തിയവർ പറഞ്ഞു. ലോറി 6 ദിവസം വരെ ജീവൻ നിലനിൽക്കുമെന്നും കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഉറപ്പിച്ചു പറയുമ്പോൾ അത് അവഗണിക്കാനാവുമായിരുന്നില്ല. ഇതോടെയാണ് റോഡിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതിനെയെല്ലാം പൂർണ്ണമായി തള്ളുകയാണ് ലോറി ഉടമ മനാഫ്. അദ്ദേഹത്തിന് പറയാനുള്ളത് മറ്റൊന്നാണ്. അർജുനെ താൻ വിളിച്ചപ്പോൾ കിട്ടിയില്ല എന്നും ഭാരത് ബെൻസുകാര് പറഞ്ഞത് താൻ വിശ്വസിച്ചതാണെന്നും അദ്ദേഹം പറയുന്നു. വിശദമായി ആ വാക്കുകൾ കേൾക്കാം. ഈ ലോറി ഇപ്പൊ ഇങ്ങനെ 8 കിലോമീറ്റർ സ്ഥലത്തും കിട്ടിയത്? അതെ, 8-12 കിലോമീറ്റർ ദൂരത്താണ് ഉള്ളത് ഏകദേശം. അതായത് ഈ മണ്ണിടിഞ്ഞ സ്ഥലത്തിന് 8-12 കിലോമീറ്റർ ആണോ? അതെ അതെ. ഇത്രയും വ്യത്യസ്ത ഈ തടി ഇവിടെ എത്തി അറിയാൻ പറ്റും എന്തെങ്കിലും വിവരം? അത് പുഴയെ കൂടി വന്നിട്ട് ഏതോ നാട്ടുകാർ എടുത്തിട്ട് കയറ്റി വെച്ചതാ. 4 കഷ്ണം ഉണ്ട്, അതില് വേറെയും കഷ്ണങ്ങളുണ്ട്. അത് നമ്മളതല്ല, നമ്മളതൊരു 4 കഷ്ണം അതിലുണ്ട്. അതായത് ഈ തടിയാണെന്ന് മനാഫിന് ഉറപ്പാണല്ലോ? എന്റെ അനിയൻ പോയി സ്ഥിരീകരിച്ച് എന്നെ വിളിച്ച് പറഞ്ഞു 4 എണ്ണം ഞമ്മളെ വരാണ് എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. ഇപ്പൊ തെരച്ചിൽ ഇപ്പം പുരയിലോട്ട് മാറ്റി വയ്ക്കാണ്. അപ്പൊ ആദ്യമേ ഈ തെരച്ചിൽ പുരയിൽ നോക്കിയാ പോരുന്ന മനാഫെ? ആദ്യം ആരും പറഞ്ഞിട്ടില്ല. പുഴയിൽ തെരച്ചിൽ ഓൾറെഡി അന്ന് മുതലേ ഉണ്ട് സാറേ. ഹലോ, ഇതിപ്പോ ഈ തെരച്ചില് ഈ എന്താ പറയാ വിലപ്പെട്ട ഉപകരണങ്ങൾ കൊണ്ടുവന്നതിനോണ്ടാണല്ലോ ഇപ്പൊ ഇത് പുഴയിലുണ്ട് എന്നുള്ളത്. ആദ്യത്തെ ഒരു സമയം പോലും വേറെ ആരും പറഞ്ഞിട്ടില്ല പുഴയിലുണ്ട് എന്നുള്ളത്. ആദ്യത്തെ 3 ദിവസം ഞമ്മളെ വണ്ടിയെ അവിടെ ഇല്ലാന്നാ പറഞ്ഞത്. ഹലോ, കർണാടക സർക്കാർ പറഞ്ഞ ആദ്യം മലയാളികൾ പറഞ്ഞുകൊണ്ടാണ് ഇവര് മണ്ണിൽ മാത്രം അല്ല, അതൊക്കെ പക്കാ കള്ളത്തരാ. ഇതിപ്പോ ഓരോത് ഞാൻ എന്താ പറയാ, ഞാൻ കാര്യമായിട്ട് എന്താ പറയാ നമ്മളെ വണ്ടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പൊ ഈ തടി ഇപ്പം മനാഫിന്റെ ആണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഉറപ്പിച്ചു. ഓക്കെ. അപ്പൊ അതുപോലെ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ അർജുന് വേണ്ടി തെരച്ചിൽ നടത്താൻ രഞ്ജിത്ത് ഇസ്രായേലും അങ്ങനെ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മലയാളികൾ കാരണമാണ് ഈ മണ്ണിടിച്ചിലിൽ അവിടെ നോക്കിയെന്നും സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരുപാടായിട്ട് എന്താണ് വിവാദങ്ങൾ പറഞ്ഞുണ്ട്. അല്ല, അത് ഇപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് മണ്ണിന്റെ അടി വെള്ളത്തിലേക്ക് പോയതിന് അവിടെ നേവിക്കാര് തെരയുന്നുണ്ട്. ആ തെരച്ചിലിന് നമ്മൾ ആരും തടസ്സം നിന്നിട്ടുമില്ല. പിന്നെ നമ്മൾ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് മെഷീനറീസ് ലൈറ്റ് നമ്മൾ പോയ ടൈമിനുള്ള കഥ എന്താണ് പറഞ്ഞാൽ 2 പൊക്ലൈനർ, അതായത് JCB വെച്ചിട്ടാണ് ഇവർ പണി എടുത്തുകൊണ്ടിരുന്നത്. 3 JCB ഉണ്ടായിന് അവിടെ. 1 വർക്ക് ചെയ്യിക്കില്ല, 2 വർക്ക് ചെയ്യിക്കണുള്ളതിന്. ഇതിപ്പോ ഇത്രയും പ്രശ്നങ്ങളായപ്പോഴാണ് എന്തായത്, കൂടുതൽ മെഷീനറികൾ വന്നതും മറ്റു കാര്യങ്ങൾ നടന്നതും. ഹലോ, അപ്പൊ മനാഫിന് ഇപ്പൊ ഉറപ്പുണ്ടായിരുന്നു ഈ ലോറി പുഴയിൽ പോയി ഉറപ്പുണ്ടായിരുന്നു ആ സമയത്ത്? ഞമ്മള് പറഞ്ഞത് പുഴയിൽ ഓൾറെഡി നേവിക്കാർ തെരയുണ്ടല്ലോ. അതിന് നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആ തെരച്ചിലിന് നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ ഇതില്ല, എന്താണ് പറയാ, അല്ല ഉറപ്പല്ല, എന്താ പറയാ, സാറ്റിസ്ഫൈഡ് ആയിരുന്നു നമുക്ക് അതിൽ പ്രതിഷേധമില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഏത് വീഡിയോ അല്ല, പുഴയിലൊക്കെ പോയതെങ്കിലും പ്രതീക്ഷ പോയി പോകും.
നമ്മള് എന്നാ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഇവര് കർണാടക പറഞ്ഞു വെച്ചാൽ ആദ്യം ഈ ലോറി പുഴയിൽ പോയി പറയും, പിന്നെ എങ്ങനെയാണ് അർജുന്റെ ഫോൺ റിങ് ചെയ്തത്? അതാണ് അത്ഭുതം. ആ. ഹലോ, മണ്ണിലില്ല എന്ന് പറയുന്നുണ്ട്, ഇപ്പൊ പറയും പുഴയിലാണ്. അങ്ങനെ ഈ 2 ദിവസം ഫോൺ റിങ് ചെയ്യാൻ പാടില്ല, കാരണം ഫോൺ വെള്ളത്തിൽ പോയി അപ്പൊ തന്നെ ഓഫ് ആവും. ഇത് ഫുള്ള് ദുരൂഹത. ഒന്നാമത് നമ്മളെ കൂടുതൽ അങ്ങോട്ടേക്ക് വിടാറില്ല, അടുപ്പിക്കുന്നില്ല. അടുപ്പിക്കില്ല. ഈ ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോ അറ്റ്ലീസ്റ്റ് ആ ലോറിന്റെ മുതലാളിയും ആ ലോറി ഡ്രൈവറുടെ ബന്ധുക്കളും അറ്റ്ലീസ്റ്റ് ഓരെങ്കിലും അവിടെ എന്താ വെക്കണം. അതായത് ട്രാൻസ്പെറന്റ് ആയിട്ട് പോണെങ്കിൽ അല്ലെ. നമ്മൾ രണ്ട് വ്യക്തികൾ അവിടെ നിന്നാല് ഓർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവോ? അത്രയും വലിയ സ്ഥലമുണ്ട് അവിടെ. ഒരു 2 കസാല ഇട്ടിട്ട് അവിടെ ഇരിക്കാ പോരെ. കാരണം കർണാടകയിൽ അവർ പറഞ്ഞ ആദ്യമേ നമ്മൾ പറഞ്ഞതാണ് ഈ വണ്ടി ലോറി പുഴയിൽ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോ മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ലോറി പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അർജുന്റെ ഫോൺ ബെല്ലടിക്കുന്നത്? കാരണം ഫോൺ വെള്ളത്തിൽ പോയാൽ അപ്പൊ ഓഫ് ആവും. അത് ഇനി ഏത് ഫോൺ ആയിരിക്കും. അതെ, പക്കാ കള്ളത്തരാണ്. ഒരു അവിടെ ഉണ്ട് എന്ന് ഒരു പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഇപ്പൊ അവിടെ ലൊക്കേറ്റ് ചെയ്ത ഈ ദിവസം മുതലാണ് എന്താ അവിടെ ഉണ്ട്. സാറിന് ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ കുറച്ച് ദിവസം മുന്നത്തെ ബൈറ്റുകളൊക്കെ നോക്കിയാൽ മതി. അത് ഡേ 1 മുതൽക്കുള്ള വരെ ബൈറ്റ് നോക്കിയാൽ മതി. ഡേ 1 മുതൽ ഡേ 3 വരെ ഇങ്ങനെ പറഞ്ഞ ആളുകളെ അവര് അപ്പൊ എന്താ പറയാ, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിനോട് പറയാണ്. അതായത് ഡേ 1 മുതൽ ഡേ 3 വരെ, ഡേ 4 വരെ ഇവര് വണ്ടി ഇല്ല എന്ന് പറഞ്ഞതാ. ഡേ 4 അടുത്താണോ പറഞ്ഞത്? അർജുന്റെ ബന്ധുക്കളോടാണോ? എന്നോട് എന്നെ പറഞ്ഞിട്ട് ബന്ധുക്കളോട് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ട് നിങ്ങളെ വണ്ടി ഇവിടെ ഒന്നുമില്ല. ആകെ നമുക്ക് ഇവിടെ കിട്ടിയത് 3 നമ്മൾ പരാതി കൊടുത്തല്ലോ. പരാതി വാങ്ങാൻ തന്നെ ചെയ്യാറില്ലല്ലോ. ഇതിപ്പോ പരാതിയെ 4ാമത്തെ ദിവസമാണ് വാങ്ങുന്നത്. അതും രാത്രി പാതിരക്ക് 5ാമത്തെ ദിവസത്തിലേക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. അത് അന്നാണ് ശരിക്കും നമ്മൾ FIR ഇടാൻ പോലും വരെ തയ്യാറായത്. അത്ര ദിവസം വരെ FIR എന്തുകൊണ്ട് ഇട്ടില്ല? ഒരു സാധാരണക്കാരന് ഒരു വണ്ടിയും അതിലെ ഡ്രൈവറും നഷ്ടപ്പെട്ടിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തുകൊണ്ട് FIR ഇടുന്നില്ല? FIR ഏതൊരു പാവപ്പെട്ടനും ഏതൊരു സാധാരണക്കാരും വന്ന FIR ഇടണ്ടേ? നമ്മൾ കൺസേൺ അല്ലേ ഒരു വിഷയം നടന്നിട്ട് അവിടെ നമ്മളൊരു മിസ്സിംഗ് ഉണ്ട്, അത് നമ്മളെ കൺസേൺ ആണ്. അത് ആ പോലീസുകാർ അത് എടുക്കണോ? ഇതിപ്പോ ഈ വിഷയം ഇപ്പം മിനിസ്റ്റർ ഇതിലിപ്പോ ദുരൂഹതയുണ്ട്. ഞാനും പറയാൻ കാരണം വെച്ചാൽ വെള്ളത്തിൽ പോയ ലോറി ആണെങ്കിൽ ഫോൺ റിങ് ചെയ്യാൻ പാടില്ല. പക്ഷെ മണ്ണ് ഇവര് മൊത്തം മണ്ണ് അവിടെ മാറ്റിയിട്ടില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തെന്നുള്ള ഒരു വിഷയം ഇതിന്റെ ഇടയ്ക്ക് വന്ന് ഈ വെള്ളത്തിൽ പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്താൻ പറ്റൂ? വണ്ടി സ്റ്റാർട്ട് ചെയ്തെന്നുള്ള വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരേണ്ടതുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞ് അതില് കൃത്യത ഇല്ല. ഓക്കെ, എനിക്ക് അതിൽ എന്താ കൃത്യത ഇല്ല. കാരണം മണ്ണ് മൂടിക്കിടക്കുമ്പോൾ എന്തായാലും സൈലൻസറിലൊക്കെ മണ്ണ് കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്. പിന്നെ അത് പറഞ്ഞത് എന്താ പറയാ, നമ്മളെ ജിതിൻ ഒരു അളിയനും പിന്നെ എന്റെ അനിയനും കൂടിയാണ്. ഇവരാണ് അന്വേഷിച്ചത് ഭാരത് ബെൻസായിട്ട്. ഭാരത് ബെൻസാരാണ് ഇവർക്ക് പറഞ്ഞു കൊടുത്തത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് അപ്പോഴും പല ചാനലിലും പറഞ്ഞിട്ടുണ്ട്, അതിലൊരു വ്യക്തത ഇല്ല. ഈ ഭാരത് ബെൻസിന്റെ GPRS വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ സ്ഥലത്ത് വണ്ടി ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവര്. അത് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണ് ഇത് അപകടം നടന്ന 1ാമത്തെ ദിവസം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ 1ാമത്തെ ദിവസം നേരെ പോയത് ഭാരത് ബെൻസിന്റെ ഷോറൂമിലേക്കാണ്. ഭാരത് ബെൻസിന്റെ ഷോറൂമിൽ പോയിട്ട് ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഫുൾ ആയിട്ട് എന്റെ മൊബൈലിലുണ്ട്, എല്ലാ ലൊക്കേഷനും. അവര് കൃത്യമായിട്ട് പറഞ്ഞത് ഈ വണ്ടി ഇന്ന സ്ഥലത്താണ് അവസാനം 8:45 വരെ നിന്നത്. അത് ഈ മണ്ണിടിഞ്ഞ സ്ഥലത്താണോ? അതെ, മണ്ണിടിഞ്ഞ സ്ഥലത്ത്. അവിടുന്ന് മണ്ണിടിഞ്ഞ് വീണപ്പോൾ ഈ ഭാരത് ബെൻസ് പറഞ്ഞ സ്ഥലത്ത് 8:45 ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ലോറി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഈ ലോറി മണ്ണിടിച്ചില്ല ശക്തിയിൽ പുഴയിൽ ചെന്ന് വീണതായിരിക്കില്ല ആദ്യത്തെ ദിവസം തന്നെ? ആയിരിക്കും, എന്തായാലും ആയിരിക്കും. അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ആ മണ്ണ് ഇടിച്ച സ്ഥലത്ത് മണ്ണ് മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക്. എന്താ ഇത് ഭാരത് ബെൻസിന്റെ ലൊക്കേഷൻ അവര് നമ്മളോട് പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി അഥവാ വണ്ടിന്റെ ബാറ്ററിമെന്ന് കണക്ഷൻ വിട്ടിട്ടില്ലെങ്കിൽ ലൊക്കേഷൻ ക്ലിയർ ആയിരിക്കും എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മള് ഭാരത് ബെൻസിനെ അല്ലേ കൂടുതൽ വിശ്വസിക്കുക. പിന്നെ ഈ ഇന്നലെ വരെ നിങ്ങൾ മെനയാന്ന് വരെയുള്ള മൊത്തം ന്യൂസ് എടുത്ത് നോക്കിക്കോളി. ഒരു കർണാടക ഗവൺമെന്റും പറഞ്ഞിട്ടില്ല പുഴയിലാണെന്ന്. എല്ലാ സ്ഥലത്തും തിരയുണ്ട്, എല്ലാ സ്ഥലത്തും തിരയണം എന്നാണ് നമ്മൾ പറയുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊണ്ടുവരാവുന്ന മിഷനറീസേ ഉള്ള ഇനി ഇത്. ഹലോ,
അതായത് ഇന്ന് ഈ പുഴയിൽ നടത്തേണ്ട ഉപകരണങ്ങൾ ആദ്യം അവിടെ എത്തിക്കാനായിരുന്നു. ആ വലിയ ഉപകരണം കണ്ടില്ലേ? അതെ, അത് ഒരുപാട് ദൂരത്തൊന്നല്ലേ ഇനി ഉണ്ടായിരുന്നത്, അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഡോക്ടർ. കുറച്ച്, അതായത് ഒരു ഫ്യൂ ഒരു 100-150 കിലോമീറ്ററിനുള്ളിൽ ആ ഉപകരണം ഉണ്ടായിരുന്നു. മനസ്സിൽ ഞാൻ മറ്റൊരു ചോദ്യം, അതായത് എന്റെ സംശയിപ്പന് പറഞ്ഞു, അതായത് ലോറി പുഴയിൽ ആദ്യം പോയിരുന്നെങ്കിൽ ഫോൺ റിങ് ചെയ്യാൻ പാടില്ലല്ലോ, അപ്പൊ അതിലെന്താ ദുരൂഹത മനാഫിന് തോന്നുന്നത്? എനിക്ക് അതാ മനസ്സിലാവാത്തത്. ഒന്നാമത് ഈ ലോറി നിൽക്കുന്ന ഭാഗത്തേക്ക് ഇവർ എന്തിനു മണ്ണിട്ട്, അതായത് സൈഡിലുള്ള പുഴയില്, അവിടെ പണ്ട് ഒരു ചായക്കടയുണ്ടായിരുന്നു, അതുപോലെ തന്നെ അതിന്റെ സൈഡില് ഒരു വയല്, നെൽവയലും ഉണ്ടായിരുന്നു. ഹലോ, ഈ നെൽവയലും ചായക്കടയിലും ഓൾറെഡി കർണാടകക്കാർക്ക് പരാതി ഉള്ളതാണ്, അവിടെ ചായ കുടിച്ചു കൊടുക്കുന്ന ആളുകളെ മിസ്സിംഗ് ഉണ്ട് എന്നുള്ളത്. ഇവര് പറയുന്നുണ്ടല്ലോ, ഈ 3 പേര് കർണാടകക്കാര് മിസ്സിംഗ് ഉണ്ടല്ലോ, അതില് ഇപ്പോഴും മിസ്സിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഈ 3 പേര് എന്തായാലും ആ മലന്റെ സൈഡിൽ വന്ന് എന്തൊക്കെ ദുരൂഹത കർണാടക സർക്കാർ നമ്മളോട് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ അവിടെ ഉള്ള ആളുകൾ, പിന്നെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കൺസേൺ അല്ല. അതായത് ഞാൻ എല്ലാം തെളിയിക്കാൻ നിൽക്കുന്ന ആളല്ലല്ലോ. എനിക്ക് എന്താ പറഞ്ഞ, എന്റെ ഡ്രൈവർക്ക് എന്ത് സംഭവിച്ചു, എന്റെ ലോറി എവിടെ പോയിന്ന് ഒരു ഉത്തരം കിട്ടിയാൽ അതിന്റെ ഉള്ളിൽ നിന്ന് എന്റെ ഡ്രൈവറുടെ കാര്യത്തിന്റെ ഉത്തരവും വരും. അതെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് ലോറിക്കാർക്ക്, അതായത് ലോറിന്റെ ഓണർക്ക് തന്നെയാണ്. അത് ഞാനും എന്റെ അനിയനുമാണ് അതിന്റെ ഉത്തരവാദിത്തം. ഞമ്മളെ ലോറിയാണ്, ഞമ്മളെ മരാണ്, അതിലുപരി ഞമ്മളെ ഡ്രൈവറാണ് അർജുൻ. അപ്പൊ ഞമ്മക്ക് അതിന്റെ മുകളില് എന്താ പറഞ്ഞാല് പല ആൾക്കാരോട് ഉത്തരം പറയേണ്ടിയുണ്ട്. ഞമ്മളോട് എന്തൊക്കെ കാട്ടിക്കുട്ടിയെന്നുള്ള നിങ്ങൾക്ക് അറിയാലോ. നമ്മളിപ്പോ ഇതിൽ എന്താണ്, അനാവശ്യമായി പല ആൾക്കാരും സ്വന്തം ബെനിഫിറ്റിന് വേണ്ടി പലതും കളിച്ചിരിക്കണം ഇവിടെ. അതിലേക്ക് ഒന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ വേണ്ടിയത്? ഞാനിപ്പോ എന്താണ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി. ഹലോ, ഈ തടി അവിടെ കണ്ടെന്ന് മനാഫിനെ ആരും അറിയിച്ചു വിളിച്ചു? നാട്ടുകാരാണ്? ഇപ്പൊ എന്റെ അനിയൻ തന്നെ സ്ഥലത്തുണ്ട്. ഓനെ അവിടെ നിർത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ലോറി ഇങ്ങനെ കാണാതെ ദിവസം മുതൽ, അതായത് ലോറി മണ്ണിനടിയിൽ പോയെന്നും ലോറി പുഴയെ പോയി നടക്കും, മനാഫ് അർജുന്റെ ഫോൺ വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. റിങ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അധികം വിളിച്ച് കളിച്ചില്ല. എന്താ അതിന് കാര്യമില്ലാണ്. നമ്മൾ കുറെ ഓനെ വിളിക്കാൻ നിന്നിട്ട് അവിടെ സമയം കളയാനുള്ള ഒരു ഇതേ ഇല്ല. വിളിക്കേണ്ട ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് വിളിക്കാന്. ഒരാ പണി എടുക്കട്ടെ, ബാക്കി അവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ എത്ര പാടുപെട്ടിക്കണ്. ശരി മനാഫ്, എത്രയും പെട്ടെന്ന് മനാഫിനെ ലോറി അർജുനെ എത്ര തിരിച്ചിടുന്ന പ്രാർത്ഥിക്കും. ഒരുപാട് നന്ദി.